കൊല്ലത്ത് നിന്ന് രാജകുമാർ കൂടി ചേരുന്നുണ്ട് തത്സമയം. രാജകുമാർ, കൊല്ലത്തിന് നഷ്ടമായത് 4 പേരെയാണ് ഈ ദുരന്തത്തിൽ. മൃതദേഹം ഏകദേശം വൈകിട്ടോടുകൂടി കൊല്ലം ജില്ലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ളവയുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കടവൂർ മതിലിൽ സ്വദേശി സുമേഷിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇപ്പം നമുക്ക് കാണാം, ഇവിടെ ഇപ്പോൾ അതിനുള്ള പട്ടട തയ്യാറാക്കി കഴിഞ്ഞു. മൃതദേഹം എത്തിച്ച് കൊണ്ടുവന്നാൽ ഉടൻ അല്പനേരം അതിൻ്റെ സംസ്കാര ചടങ്ങുകളും മറ്റും കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് സംസ്കരിക്കാനാണ് തീരുമാനം. അതേസമയം ഈ 4 പേരിൽ ഷമീർ, ശൂരനാട് സ്വദേശി ഷമീറിൻ്റെയും സുമേഷിൻ്റെയും മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. എന്നാൽ ലൂക്കോസിൻ്റെയും സാജൻ ജോർജിൻ്റെയും, വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജ്, ഇവർ രണ്ടുപേരുടെയും മൃതശരീരം ഇന്ന് ഇതിൽ ഫ്രീസറിൽ സൂക്ഷിച്ച ശേഷം അവരുടെ ബന്ധുക്കൾ വിദേശത്തു നിന്ന് എത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെയോ മറ്റന്നാളോ ആയിരിക്കും സംസ്കാരം. അതിൻ്റെ മറ്റ് 2 പേരെ നടത്തുന്നത്. ശരിക്കും കൊല്ലം ജില്ലയിൽ 5 പേരാണ് ഇപ്പോൾ നഷ്ടമായത്. അതിൽ ഡെനി, അദ്ദേഹം കരുനാഗപ്പള്ളി സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി മഹാരാഷ്ട്ര മുംബൈയിലാണ് താമസം. അതുകൊണ്ട് മൃതദേഹം മുംബൈയിലേക്ക് കൊണ്ടുപോയി അവിടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ മറ്റും നടത്തുക.